ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. ജഗദീഷ് ശ്രീകുമാർ എന്ന അതുല്യനായ കലാകാരൻ. അപ്പോൾ അദ്ദേഹം ഒരു സിനിമയിലെ മാൻട്രക്ക് എന്ന് പറയുന്ന സിനിമയിലെ ഒരു കാര്യം പ്രയോഗിച്ചു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറണം. കാരണം അവിടെ രത്നങ്ങൾ അദ്ദേഹം കൊണ്ടുവച്ച് ഒളിപ്പിച്ചതുകൊണ്ട് അത് എടുക്കണം. ഒരു ചെറിയ പാക്കറ്റ് അത് എടുക്കണം മുകളിൽ നിന്ന്. അപ്പോൾ അത് എടുക്കണം. അത് എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് എങ്ങനെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറണം. ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കാമെന്നൊക്കെ പറഞ്ഞു പോയി. അവർ കയറ്റിയില്ല. അവസാനം ഒരു പരിപാടി ചെയ്തു. റോഡിൽ ഒരു പാ വിരിച്ചിട്ട് അതിനകത്ത് റോഡിൽ അങ്ങ് കിടന്നു. അപ്പോൾ പിന്നെ എന്തായാലും പോലീസ് പിടിച്ചോണ്ട് പോകുമല്ലോ. അങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അതുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് നമ്മുടെ ശ്രീ എം വി ജയരാജൻ്റെ ഒരു പ്രസംഗം. അപ്പോൾ ഇവിടെ റോഡ് തടസ്സപ്പെടുത്തരുതെന്ന് റോഡിൻ്റെ ഓരത്ത് പോലും ഉള്ള മീറ്റിങ്ങുകൾ തടസ്സപ്പെടുത്തിയേക്കാണ് ഹൈക്കോടതി പറഞ്ഞേക്കാണ്. നിയമവിരുദ്ധമാണ്, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കും എന്ന് പറഞ്ഞ് അതിനുള്ള ജഡ്ജ്മെൻറ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചാണെങ്കിൽ കേരള ഹൈക്കോടതി വളരെ ഒരു നല്ല സ്തുത്യർഹമായ ജഡ്ജ്മെൻറ്റാണ്. തിരുവനന്തപുരത്ത് അത് തടഞ്ഞത്, അതായത് ഇതേപോലെ റോഡിനടുക്ക് സ്റ്റേജ് കെട്ടി മീറ്റിംഗ് നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ്, ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് അങ്ങോട്ട് നടത്തി. നടത്തി സമ്മേളനം. ആ സമ്മേളനം നടത്തി ആളുകൾക്കൊന്നും അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ റോഡ് തടഞ്ഞത് ഹൈക്കോടതി എടുത്ത് നോട്ട് ചെയ്തിട്ട് അതിന് കേസെടുത്തു. അവസാനം ഈ നേതാക്കളെല്ലാം ചെന്ന് സാഷ്ടാംഗം അവിടെ പ്രണമിച്ച് അതിന് മാപ്പ് പറഞ്ഞ് ഊരിപ്പോയി അതിൽ നിന്ന്. കേട്ടോ, അതാണ് നമ്മുടെ വലിയ മഹാനായ ഇവരുടെ ഈ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ അവിടെ പോയി ക്ഷമ പറഞ്ഞിട്ട് പോയാണ്. ഇപ്പോൾ വീണ്ടും കണ്ണൂർ ഒരു പണി അങ്ങ് ചെയ്തു. റോഡ് മുഴുവനായിട്ടും അങ്ങ് കയറ്റി അവിടെ അങ്ങ് സ്റ്റേജ് കെട്ടി. നേതാക്കളൊക്കെ വളരെ കാര്യമായിട്ടിരിക്കുകയാണ്, അവിടെ ഇരിക്കുന്നു, അതൊക്കെ നടത്തുന്നു. എം പി ജയരാജൻ ഘോരഘോരം ഒരു പ്രസംഗം നടത്തുന്നു. മുമ്പത്തെ ഒരു പ്രസംഗം നടത്തിയിട്ടു ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് 2 ഹൈക്കോടതി ജഡ്ജിമാരെ, അതെനിക്കറിയാവുന്ന ആളുകളാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല, അവരെ പറഞ്ഞത് ശുംഭന്മാരെന്ന് പറഞ്ഞു. അവസാനം ശുംഭനെന്ന് പറഞ്ഞു പ്രശ്നമായി. അത് കണ്ടംപ്റ്റിലേക്ക് വന്നപ്പോൾ ശ്രീ എം വി ജയരാജൻ ശബ്ദധാരാവലി എടുത്തിട്ടൊരു കാര്യം കണ്ടുപിടിച്ചു. ശുംഭനെന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഹൈക്കോടതി ജഡ്ജിമാർ പ്രകാശം പരത്തുന്നവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോന്നായി. അപ്പോൾ ആ വീടിനടുത്ത് കിടന്ന് ഈ പാവിരിച്ച് കിടന്നില്ലേ, അത് തന്നെ സംഭവിച്ചേക്കുന്നത്. കിടന്ന് ഉരുളുകയാണ്, ഒരു മാർഗമില്ല. അവസാനം അകത്ത് പോയപ്പോഴും ധീര എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കയ്യൊക്കെ കാണിച്ച് എല്ലാം വിജയശ്രീയിലാണ് ഇതിനായിട്ട് ജയിലിൽ പോയി അവിടെ കിടന്ന് അന്തസ്സായിട്ട് അവിടെ കിടന്നിട്ട് തിരിച്ചു വന്നു. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ പരിപാടി അങ്ങോട്ട് ഇറക്കി. കേട്ടോ, ഇപ്പോൾ ഈ റോഡിൽ ഇരുന്നിട്ട് ഹൈക്കോടതിയെ ആക്ഷേപിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, ഈ രീതിയിലാണ് ജഡ്ജിമാർ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ജഡ്ജിമാരെ ആക്ഷേപിക്കുക. ഇതൊക്കെ ചെയ്ത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നോക്കിയപ്പോൾ എന്താ തരിക, അദ്ദേഹത്തിന് ഇപ്പോൾ ക്ലച്ച് പിടിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഇപ്പോൾ അതിനകത്ത് വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ശ്രീ പിണറായിയുടെ പുറയിലെ ഒക്കെ നടന്ന് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ ലൈം ലൈറ്റിലേക്ക് വരണമെങ്കിൽ എന്താണ് നോക്കുമ്പോൾ ഇതേപോലെ കേരള ഹൈക്കോടതി ആക്ഷേപിക്കുക, ജഡ്ജിമാരെ ആക്ഷേപിക്കുക, ഇതൊക്കെ ചെയ്താലേ മാർഗമുള്ളൂ എന്നുള്ളതായി. അതായത് എന്തുകൊണ്ട്, അതായത് അദ്ദേഹം അതിന് പറഞ്ഞ കാരണമുണ്ട് കേട്ടോ. അത് വളരെ രസകരമായ ഒരു കാരണമാണ് പറഞ്ഞേക്കുന്നത്. ഈ ഹൈക്കോടതി വിചാരിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് എല്ലാം തരാമെന്ന് പറയാമല്ലോ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ.
കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ടത് ഇവരാണ്, ഹൈക്കോടതി അല്ല വാങ്ങിച്ചേരേണ്ടത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളുകൊണ്ട് കിട്ടണം. അതിനിവിടെ ആ കിട്ടുന്ന പണമെല്ലാം എടുത്ത് തോന്നിവാസം വല്ല തൂർത്തടിക്കാനും ഇവിടുത്തെ അതായത് PSC മെമ്പേഴ്സിന് കൊടുക്കാനും KV തോമസിന് ചാപ്പാട് കൊടുക്കാനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പൈസ തരത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ നേരെയൊവേ ചിലവാക്കുന്നെങ്കിലേ അവർ കാശ് തരുള്ളൂ. നിങ്ങൾ തോന്നിവാസത്തിന് കാണിക്കാനും ഇതേപോലെ അഴിമതി കാണിക്കാനും ആണെങ്കിൽ അവരാരും പൈസ തരത്തില്ല. അപ്പോൾ അതിന് ഹൈക്കോടതിയെ പഴി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഹൈക്കോടതി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹൈക്കോടതി പോളിസി മാറ്ററാണ്. അതിനകത്ത് കയറി ഹൈക്കോടതി കയറി കേന്ദ്ര ഗവൺമെൻറ് ഇത്ര രൂപ കൊടുക്കണം സർക്കാരിന് എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് എ പോളിസി ഡിസിഷൻ. അതിനകത്തൊന്നും യഥാർത്ഥത്തിൽ ജുഡീഷ്യറിക്ക് ഉള്ള ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതിന് സ്കോപ്പ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റിനകത്ത് കയറി ഇതുപോലുള്ള അഭിപ്രായം പറയുക, പറഞ്ഞ് കോടതി ആക്ഷേപിക്കുക. എന്നിട്ട് അതിനെന്താ കാര്യം? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരെ ഉള്ള സമരമാണ് ഈ പ്രഖ്യാപനം. നല്ല കാര്യമാണ്, നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. പക്ഷേ ഈ റോഡിനകത്ത് കയറി സ്റ്റേജും കെട്ടി അതിനകത്ത് കയറി നെഞ്ചും പിരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള തോന്നിവാസം വിളിച്ച് പുലമ്പിക്കഴിഞ്ഞാൽ നിങ്ങളകത്താവും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഹൈക്കോടതി ഇത് വെറുതെ വിടും എന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഹൈക്കോടതി സുവമോട്ടോ നോട്ടീസ് എടുത്തിട്ട് നിങ്ങളെ പിടിച്ച് അകത്താക്കേണ്ടതാണ്. കണ്ടംപ്റ്റ് അതിനകത്ത് വരാതിരിക്കില്ല. കാരണം ഹൈക്കോടതിയുടെ ആ ഡിസിഷന് വളരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് പ്രശ്നമാകും. പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയാം, നിങ്ങൾ ഇനി ശബ്ദധാരാവലി നോക്കണം. ഈ പറഞ്ഞേക്കുന്നതിന് അർത്ഥം കണ്ടുപിടിക്കാൻ പ്രകാശം പരത്തുന്നവരാണ് നിങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതേപോലെ പുതിയ പദപ്രയോഗങ്ങളൊക്കെ നടത്തി വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോവാണ്. ഇത് ശരിയല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് രാഷ്ട്രീയക്കാർക്ക് പറ്റുന്ന കാര്യമല്ല. ഇത് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. അതെന്ന് പറയുന്നത് സത്യമാണ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. റൈറ്റ് ടു മൂവ് എന്ന് പറയുന്നത് ഭരണഘടന തന്നേക്കുന്ന ഒരു പൗരൻ്റെ ഏറ്റവും വലിയ മൗലികാവകാശങ്ങളിലൊന്നാണ്. ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശം. അതിനെയാണ് നിങ്ങൾ ഹനിക്കുന്നത്. അങ്ങനെ ഹനിച്ചിട്ട് നിങ്ങൾ പറയുക തോന്നിവാസം. അതായത് ഇത് കാണിച്ചതിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെ സംഭവം ഉണ്ടായല്ലോ, അവിടെ പോയി കിടന്ന് മാപ്പും പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം ഇതേപോലുള്ള തോന്നിവാസം കാണിച്ചിട്ട് പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് കാണണമെന്നുള്ള രീതിയാണ്. ഇത് ശരിയല്ല. ശ്രീ ജയരാജൻ, നിങ്ങൾക്ക് വല്ല പ്രശസ്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണി നോക്കണം. അത് ഹൈക്കോടതിയുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടാകരുത്. ആ ചെയ്യുന്നത് തെറ്റാണ്. ഇത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. നിങ്ങൾ വീണ്ടും അഴി എണ്ണാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ തുറന്നിടുകയാണ്. അതായത് ഇപ്പോൾ ആ രീതിയിലേക്കാണ് നിങ്ങളുടെ ആ പോക്ക്. അങ്ങനെ ആകരുത്. നിങ്ങളൊന്ന് നേരെ ആകുക.